ജെയ്സൺ മോമോവയും ഡേവ് ബത്തിസ്റ്റയും ഒന്നിക്കുന്ന ദ റെക്കിംഗ് ക്രൂ എന്ന പുതിയ സിനിമയുടെ റിവ്യൂവിലെ പ്രധാന കാര്യങ്ങളാണിത്. അപ്പോൾ ഈ സിനിമ കാണാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ കഥയല്ല, മറിച്ച് മോമോവയും ബത്തിസ്റ്റയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി തന്നെയാണ്. ഇതില് അവര് അർദ്ധ സഹോദരന്മാരായാണ് അഭിനയിക്കുന്നത്. മോമോവയുടെ ജോണി എന്ന കഥാപാത്രം ഭയങ്കര ആവേശമുള്ള ഒരാളാണ്, പക്ഷെ ബത്തിസ്റ്റയുടെ ജെയിംസ് വളരെ ശാന്തനാണ്. ഈ ഒരു വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന കോമഡിയും വഴക്കുകളുമാണ് ശരിക്കും സിനിമയെ രസകരമാക്കുന്നത്. രണ്ടാമതായിട്ട്, ഇതൊരു ബ്രെയിൻ ഓഫ് ചെയ്ത് കാണേണ്ട സിനിമയാണ്. അതായത് തലപുകഞ്ഞ് ആലോചിക്കാൻ ഇതിലൊന്നുമില്ല. വലിയ ട്വിസ്റ്റോ ഭയങ്കര ഡെപ്തുള്ള കഥയോ ഒന്നും പ്രതീക്ഷിക്കരുത്. രണ്ട് വലിയ മനുഷ്യന്മാര് അടിച്ചു പൊളിക്കുന്നു, തമാശ പറയുന്നു. ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ക എന്റർടൈനർ. റിവ്യൂവിൽ ഇതിനെ ഒരു കംഫർട്ട് ഫുഡ് സിനിമ എന്നാണ് പറയുന്നത്. കണ്ട് പരിചയമുള്ളതും എന്നാൽ ആസ്വദിക്കാൻ പറ്റുന്നതും. അവസാനമായിട്ട്, ഇത് നിങ്ങളുടെ ഓർമ്മയിൽ എക്കാലത്തും നിൽക്കുന്ന ഒരു ക്ലാസിക് സിനിമയൊന്നും ആവില്ല, പക്ഷെ ഒരു നല്ല ടൈം പാസ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ചിലയിടത്തൊക്കെ സിനിമയുടെ വേഗത കുറയുന്നതായി തോന്നും, പിന്നെ വില്ലൻ അത്ര സ്ട്രോങ് അല്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. എന്നാലും വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയാൽ ചിരിക്കാനും ആസ്വദിക്കാനും വകയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മോമോവയും ബത്തിസ്റ്റയും ഒന്നിക്കുമ്പോൾ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായി തന്നെ തരുന്ന ഒരു സിനിമയാണ് ദ റെക്കിംഗ് ക്രൂ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. വർഷങ്ങളായിട്ട് പിരിഞ്ഞു കഴിഞ്ഞിരുന്ന രണ്ട് അർദ്ധ സഹോദരന്മാര് അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒന്നിക്കുകയാണ്. പക്ഷേ ഇതൊരു സീരിയസ് പ്രതികാര കഥയൊന്നല്ല കേട്ടോ. ആക്ഷനും കോമഡിയും ഒക്കെ ചേർന്ന ഒരു ബഡി മൂവിയാണ് സംഭവം. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ മോമോവയും ബത്തിസ്റ്റയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയാണ്. ഒരാള് ജോണി, ഭയങ്കര എടുത്തുചാട്ടക്കാരൻ. മറ്റൊരാള് ജെയിംസ്, ഒരു മുൻ നേവി ഉദ്യോഗസ്ഥനായതുകൊണ്ട് വളരെ ശാന്തനാണ്. അപ്പൊ ഈ രണ്ട് സ്വഭാവങ്ങളും തമ്മിലുള്ള അടിയും ഇടിയും തമാശകളും ഒക്കെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ കഥയുടെ കാര്യമോ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇതിലെ കഥ ഭയങ്കര സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാല് ആക്ഷൻ സീനുകളെയൊക്കെ ഒന്ന് കോർത്തെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാരണം. ആ അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യം അവരെ ഒരു ഫൈറ്റിൽ നിന്ന് അടുത്ത ഫൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അത്രയേ ഉള്ളൂ. ഫൈനലി ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അത് സ്വയം മനസ്സിലാക്കുന്നു എന്നതാണ്. ഇത് ഭയങ്കര സീരിയസ് സിനിമയാണെന്നോ വലിയ കഥയുണ്ടെന്നൊന്നും ഈ പടം എവിടെയും കാണിക്കുന്നില്ല. ഇതൊരു പക്ക ടൈം പാസ് എന്റർടൈനർ ആണെന്ന് ഇതിൽ അഭിനയിച്ചവർക്കും ഉണ്ടാക്കിയവർക്കും നല്ലോണം അറിയാം. ആ ഒരു സത്യസന്ധത നമുക്ക് സിനിമ കാണുമ്പോഴും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ, ദി റെക്കിംഗ് ക്രൂ എന്ന് പറയുന്നത് തലപുകഞ്ഞ് ആലോചിച്ച് കാണേണ്ട സിനിമയല്ല, മറിച്ച് മോമോവയെയും ബത്തിസ്റ്റയെയും ഒന്നിച്ചു കണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു അടിപൊളി പോപ്കോൺ എന്റർടൈനർ, അത്രമാത്രം.